ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പരിപാടി അറിയണത് നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. പോണെ എവിടുക്കാന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് വരെ കണ്ടോക്കി, അപ്പൊ മനസ്സിലാവും. പോണേന് മുമ്പ് നമ്മളെ പഞ്ചായത്തോളത്തിന്റെ അവസ്ഥ നോക്കാണ് നിങ്ങള്. ഇന്നലെ മഴ ചെയ്തിട്ട് ആകെ ചളി പിളി നാശയിക്കണം. പക്ഷെ ഇന്നലെ മഴ ചെയ്തോണ്ട് തന്നെ നമ്മളെ കുളം നിറഞ്ഞൊലിച്ചിക്കണിട്ടാ. കനാൽക്കൊക്കെ വെള്ളം കയറിയിരിക്കണം. ഇപ്പൊ കനാൽമ കൂടി പോവാൻ നല്ല രസാട്ടാ. അടി കൂടി മീനാളും നീന്തുണ്ടാവും, നമുക്ക് മേൽക്കൂടി നടന്നു പോവും ചെയ്യാം. പക്ഷെ മഴ ചെയ്തോണ്ട് നമ്മളെ പാടം നോക്കാൻ നിങ്ങൾ ഏതായാലും ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. പക്ഷേ ഈ കനാൽമ കൂടി പോകുമ്പോ സിറാത്ത് പാലത്തമ്മ കൂടി പോണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയിട്ടില്ലെങ്കിൽ മൂന്തിയും കുത്തി ചേറില് കെടുക്കൂട്ട. വീണിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. വെള്ള ഡ്രസ്സാണ് ഇട്ടിക്കണത്. നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട മിൽമന്റെ പരസ്യത്തിലുള്ള ആ പശു മുട്ടപ്പാപ്പാസ് അവിടെ നിന്നുകാണ്ട് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മളേതായാലും ഓനെ ശല്യപ്പെടുത്തണില്ല, നമുക്കൊരു അരുവ് കൂടിയാണ് പോവാ. നമ്മൾ പോണ സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്റെ നാടിന്റെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്നുകാണ്ട് ഒരു കയറ്റം കയറിക്കാണ്ട് വേണം പോവാന്. കയറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ കയറ്റം, യജ്ജാതി കയറ്റം. നമ്മൾ വന്ന സ്പോട്ട് എന്ന് പറഞ്ഞാല് പൈതൽ പള്ളിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. മസ്ജിദ് വാലിദൈനി എന്നാ ഇതിന്റെ പേര്. നമ്മൾ വന്നപ്പോ പള്ളിന്റെ റിനോവേഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കാട്ടാ. നമ്മൾ ഇങ്ങോട്ട് വന്നത് ലോറിക്കാട്ടാ. അതുകൊണ്ട് തന്നെ ലോറി സ്കരിക്കാൻ വേണ്ടി കാലും കൈക്ക് നമുക്ക് നേരെ പള്ളിയെ പോയിരിക്കാം. നമ്മൾ പള്ളിക്കലെത്തിയപ്പോ അവിടുത്തെ കാരണവര് ബാങ്ക് കൊടുക്കാൻ നിക്കണുള്ളൂട്ടാ. നമ്മൾ നേരത്തെ എത്തി. അങ്ങനെ നമ്മൾ ജമാഅത്ത് തുടങ്ങണതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കാട്ടാ. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ സൂപ്പർ ബൈക്ക് പോണേണ്ടത്. ആയാമൂസ എന്നാ തോന്നുന്നത്. അങ്ങനെ ഞാനും നസീലും കൂടി അടുത്ത സ്പോട്ടിക്ക് പോയിക്കൊണ്ടിരിക്കാട്ടാ. നമുക്ക് ചെറിയ പരിപാടി ഉണ്ടെന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കാറിലും ബസ്സിലൊക്കെ പോണേനെക്കാട്ടി ഇഷ്ടം ഈ ഓട്ടോറിക്ഷയിൽ പോവാനാട്ടാ. നല്ല വൈബാണ് ഓട്ടോറിക്ഷയിൽ പോവാൻ. ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ പോവാ. ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, ഞാൻ ഒറ്റക്കല്ല പോണത്, നസീലും ഉണ്ട് എന്റെ കൂടെ. അങ്ങനെ ഓട്ടോറിക്ഷക്കാരന് പൈസയും കൊടുത്ത് നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട. അങ്ങനെ നമ്മള് നാട്ടിലെത്തിക്കണം. നാട്ടിലെ അങ്ങാടിയില് ഭാരതിന്റെ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു സാധനം വാങ്ങാണ്ട് ഓർമ്മ വന്നത്. അതിനായി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. ഭാരതിന്റെ അവിടെ എത്തിയാ തുടങ്ങും എനിക്ക് നൂഡിൽസ് വാങ്ങാനുള്ള പൂതി. അതുകൊണ്ട് നമ്മൾ നൂഡിൽസിന്റെ സെക്ഷനിൽ പോയി നൂഡിൽസ് എടുക്കുകയാണ് ഇഷ്ടമുള്ളത്. ഞാൻ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര വലിയ നൂഡിൽസ് കണ്ടാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായി 20 റുപ്യന്റെ സാധാ നൂഡിൽസ് ആട്ടാ. ഞാൻ അതേ തിന്നുള്ളൂ. അങ്ങനെ 20 റുപ്യന്റെ ഒരു നൂഡിൽസ് കൊടുത്ത് ഫ്രിഡ്ജിൽ പോയിക്കാണ്ട് ഒരു 10 റുപ്യന്റെ ഹാപ്പി വിസ് കൊടുത്ത് അത് പോരെ മച്ചാനെ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ പെരീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ടേ.